الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرًا ونذيرًا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവ്വലോകങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനുമായ കരുണാവാരിധിയായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം യഥാവിധി പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. ആ വിഷയത്തിൽ തഖ്വ സമ്പൂർണമായി പാലിക്കണമെന്ന് സഗൗരവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും കാരുണ്യവാനായ നാഥൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യൻ ഇന്ന് സ്വതന്ത്രനാണ്, ഫ്രീ ആണ് എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. പക്ഷെ മനുഷ്യൻ ഫ്രീ അല്ല. യഥാർത്ഥത്തിൽ അവൻ അടിമയാണ്. ഭക്ഷണത്തിൻ്റെ, ഫോണിൻ്റെ, ലൈക്കുകളുടെ, അംഗീകാരത്തിൻ്റെ അടിമ. ഈ അടിമത്തത്തിൽ നിന്നാണ് അതിമോഹം ഉണ്ടാകുന്നത്, താരതമ്യം ചെയ്യുന്നതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രയാസം ഉണ്ടാകുന്നത്, കിടമത്സരം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം അടിമത്തത്തിൽ നിന്നാണ്. ഇതൊക്കെയാണ് മനുഷ്യനെ ഇപ്പോൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ അടിമയോ അശാന്തനോ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ അങ്ങനെയല്ല. സൃഷ്ടിപ്പിൽ മനുഷ്യൻ ഫിത്രയിലാണുള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞും മനുഷ്യത്വത്തിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജന്മം കൊള്ളുന്നതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശാന്തതയിലേക്കുള്ള, ഫിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് നോമ്പ്. ഫിത്രത്തല്ലാഹില്ലതി
ഫതറ അന്നാസ അലൈഹ. അള്ളാഹു മനുഷ്യനെ ഏതൊരു പ്രകൃതത്തിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്. അതുകൊണ്ട് തന്നെ നോമ്പ് ഒരു റീസെറ്റ് അല്ല, മറിച്ച് ഒരു റിട്ടേൺ ആണ്. നോമ്പ് അതുകൊണ്ട് തന്നെ നിയന്ത്രണമല്ല, മോചനമാണ്. ഇഹലോകവുമായുള്ള സഹവാസത്തിൽ നിന്ന് തന്നിലേക്ക് വന്ന ഈ അധികത്തിൽ നിന്നുള്ള മോചനം. പിന്നെ നമ്മൾ ജനിച്ചതിന് ശേഷം പിന്നെ വരുത്തി കൂട്ടിയതാണല്ലോ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ, മോഹം, ടെൻഷൻ, പ്രയാസം, സങ്കടം, മത്സരം, ഇതൊക്കെ പിന്നെ വരുത്തി കൂട്ടിയതാണ്. അപ്പം അതിൽ നിന്നുള്ളൊരു മോചനമാണ് നോമ്പ്. നമ്മളോട് പറയുന്നത് എന്താണ്? നിനക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ നമ്മൾ കഴിക്കുന്നില്ല. ആരും നമ്മുടെ കൈ പിടിച്ചു കെട്ടി വെച്ചിട്ടില്ല. അപ്പം നമ്മൾ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പോവാണ്. തന്നെ ഭരിച്ചിരുന്ന ഇച്ഛകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇന്ന് ലോകം വികസിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ വീട് വലുതായിട്ടുണ്ട്, സാങ്കേതിക വിദ്യ വളർന്ന് നമ്മുടെ ഫോൺ മാത്രമല്ല സ്മാർട്ടായത്, നമ്മുടെ വീടുകൾ ഇന്ന് സ്മാർട്ടാണ്. വിദൂരത്തിരുന്ന് നമുക്ക് നമ്മളുടെ വീടിന്ന് നിയന്ത്രിക്കാനാവും. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന് എത്ര ടെമ്പറേച്ചർ വേണമെന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് നിയന്ത്രിക്കാം. നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ നമ്മുടെ വീട്ടിലുള്ള റോബോ വാക്വം ക്ലീനർ നമ്മുടെ വീട് ക്ലീനാക്കി തരുന്ന സംവിധാനം നമുക്ക് ദൂരെ നിന്ന് ചെയ്തു വെക്കാം. എല്ലാം സ്മാർട്ടായി മനുഷ്യൻ. സ്മാർട്ട്നെസ് എന്നൊരു വാക്കിൽ നിന്നാണ് ഈ സ്മാർട്ട് വന്നത്. പക്ഷെ മനുഷ്യൻ സ്മാർട്ടായിട്ടില്ല. മനുഷ്യൻ്റെ ഹൃദയം ശാന്തമായിട്ടില്ല. പലരും ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ അകം തളർന്നിരിക്കുകയാണ്. രാത്രിയിൽ ഉറക്കം കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ പരിചയക്കാരിലുണ്ടെന്നറിയോ? എന്തുകൊണ്ടാ വെച്ചാൽ മനസ്സിന് സമാധാനമില്ല. അതാണ് ഉറക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഉറക്ക ഗുളിക കഴിച്ചിട്ട് പോലും, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പോലും ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ. പ്രശ്നം മനസ്സാണ്. ഓവർ തിങ്കിങ്. എന്താകും, എന്ത് സംഭവിക്കും, അല്ലേ, ഞാൻ ചെയ്ത് ശരിയായില്ലേ? സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ ആയത്ത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉൽപ്പന്നമാണല്ലോ, പടച്ചവനുണ്ടാക്കിയതാ നമ്മളെ. അള്ളാഹ് ചോദിക്കുകയാണ്, മനുഷ്യ നിനക്കറിയില്ലേ, മനുഷ്യൻ അറിയുന്നില്ലേ? അലാ യഅലമു മൻ ഖലഖ, അള്ളാഹ് അറിയില്ലേ? മൻ ഖലഖ, താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് അറിയില്ലെന്നാണോ? അള്ളാഹു സൃഷ്ടിച്ച ഈ മനുഷ്യന്റെ പ്രത്യേകതകൾ അള്ളാഹ്ക്ക് അറിയില്ല എന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. വഹുവ അൽ ലത്തീഫ് അൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. ലത്തീഫ്, മനുഷ്യന്റെ വളരെ ചെറിയ മൈന്യൂട്ടായ അവന്റെ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. അൽ ഖബീർ എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ അവൻ അഗാധ ജ്ഞാനമുള്ളവനാണ്. നിസ്സാരമെന്ന് തോന്നുന്ന സംഗതികളെ എന്ന് പറഞ്ഞാൽ പടച്ചോൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ സൃഷ്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ ചികിത്സ അള്ള സംവിധാനിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രൊഡക്റ്റ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആകുന്ന എപ്പോഴാണ്? അതിൻ്റെ സർവീസ് ഒന്നാകുമ്പോഴാണ്. ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിട്ടു സർവീസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കമ്പനി നല്ല കമ്പനി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീട് സൈലിന് ശേഷമുള്ള ഇതിൻ്റെ സർവീസ് എത്ര നല്ലതാണ് നോക്കിയിട്ടാണ് കമ്പനികൾക്ക് മാർക്കിടുക. അള്ളാഹു നല്ലൊരു നിർമ്മാതാവാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ ചികിത്സിക്കണം, അതിനെ എങ്ങനെ ഒഴിവാക്കിയിട്ട് ആ പഴയ ഫിത്രത്തിലേക്ക് കൊണ്ടുവരാം, ഇത് അള്ളാഹ്ക്കറിയാം. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഈ മനുഷ്യൻ്റെ ഉത്കണ്ഠ, അമിത ചിന്ത. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഭാവി നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും മനുഷ്യൻ അല്ല മതി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തലാഖിലെ 2-3 ആയത്തുകൾ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യത്തഖില്ലാഹ്, ആര് അല്ലാഹുവിൽ തഖ്വ വെക്കുന്നു, തഖ്വ ആർക്കുണ്ടാകുന്നുവോ, വമൻ യത്തഖില്ലാഹ്, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവനൊരു വിമുക്തി പ്രദാനം ചെയ്യും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു എക്സിറ്റ്, മഖ്റജ. അറബി ഭാഷയിൽ എക്സിറ്റ് മഖ്റജ എന്നാണ്. അതൊന്നൊരു എക്സിറ്റ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊരു എക്സിറ്റ് കിട്ടണമെങ്കിൽ തഖ്വ ഉണ്ടാവണം. തഖ്വ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഓടാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, മനുഷ്യൻ വിചാരിക്കാത്ത വഴിക്ക് അള്ളാഹു മനുഷ്യന് വിഭവങ്ങൾ നൽകും. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ ഭാവി എന്താകും, എന്താ ഭാവിയിൽ സംഭവിക്കുക, ഭാവിയിൽ എന്റെ അന്നം എന്താവും, അല്ലേ, ഭാവിയിൽ എന്റെ വീട് എന്താകും, ഞാൻ എങ്ങനെ വീടുണ്ടാക്കും, ഭാവിയിൽ എന്റെ മക്കളെ എങ്ങനെയാ കെട്ടിക്കും, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, വയസ്സാം കാലത്ത് ഞാൻ എങ്ങനെ എൻ്റെ ജോലി കഴിയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ ജീവിക്കും. അപ്പൊ പെൻഷനൊക്കെ എന്തെങ്കിലും സമാധാനമായി, അല്ലെ, സർക്കാർ പെൻഷൻ കൊണ്ടുവന്ന മുട്ടൂലല്ലോ, 1500 രൂപയെങ്കിലും മാസാവസാനം കിട്ടുമ്പോൾ അത് കൊണ്ട് ജീവിക്കാമല്ലോ. എന്തിനാണ് ഈ ടെൻഷന്റെ ആവശ്യം? മനുഷ്യൻ വിചാരിക്കാത്ത വഴിക്ക് അല്ല നിങ്ങളുടെ വിഷയത്തിൽ ഗ്യാരണ്ടിയാണ്, അല്ല നിങ്ങൾക്ക് ട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആര് അള്ളാഹുവിൽ തവക്കുലാക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവനക്ക് പടച്ചോ മതി, അല്ല മതി എന്നാണ്. അല്ല മതി അത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ അഖ്തഅക ലം യകുൻ ലിയുസീബക വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. നിനക്ക് സംഭവിച്ചു പോയത് അത് നിന്നെ വിട്ടുപോകാനുള്ളതല്ല, നിന്നെ വിട്ടുപോയത് നിനക്ക് സംഭവിക്കാനുള്ളതല്ല. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് പറയാറില്ലേ, അത് എങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, അല്ലെ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അല്ല, അതങ്ങനെ തന്നെ വരണം എന്നുള്ളത് അള്ളാഹ് തീരുമാനിച്ചത്. നിനക്ക് എന്താണോ വന്നത് അത് നിനക്ക് വരാനുള്ളതാണ്. നിനക്ക് എന്താണോ കിട്ടാതെ പോയത് അത് നിനക്ക് കിട്ടാനുള്ളതല്ല. അപ്പൊ നോമ്പിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് നമുക്ക് യഖീൻ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ഈ ഉറച്ച ബോധ്യം, എന്റെ കാര്യം നടത്തുന്നവൻ പടച്ചോനാണ്. തവക്കുലുണ്ടാക്കല്ല നോമ്പിന്റെ ലക്ഷ്യം. മനുഷ്യന് തുറവി നൽകുന്ന, അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന തഖ്വ ഉണ്ടാക്കലാണ് നോമ്പിന്റെ ലക്ഷ്യം. നോമ്പിനെ കുറിച്ചുള്ള ആയത്ത് സൂറ അൽ ബഖറയിൽ 183 ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി, തഖ്വ ഉണ്ടാവാൻ വേണ്ടി. തഖ്വ ഉണ്ടായേക്കാം നോമ്പ് വെക്കുമ്പോൾ. അപ്പൊ ആ തഖ്വ കിട്ടിയാൽ യജ്അൽ ലഹു മഖ്റജ, നിനക്ക് നിന്റെ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനാകും. അപ്പൊ നോമ്പെന്ന് പറഞ്ഞാൽ എന്തല്ല, വെറും ഒരു പട്ടിണിയല്ല നോമ്പ് ആത്മാവിന്റെ പരിശീലനമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഈ നോമ്പ് കൊണ്ട് പറ്റും. ഭയത്തെ നിയന്ത്രിക്കാനാവും, അവനവന്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാനാവും. പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ തളർന്നു പോകുന്നത് ഇതിനൊന്നും ഒരു ഒടുക്കം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ? നമ്മുടെ വിചാരം എങ്ങനെയാണല്ലോ, ഇതുകൊണ്ട് എൻ്റെ കഥ കഴിഞ്ഞു എന്നാണ്. ചില പ്രശ്നങ്ങളൊക്കെ വല്ലാതെ അലട്ടുമ്പോഴത്തേക്കും ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ, നാട് പുറത്താനുള്ളത് അങ്ങനെ, ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്നാ തോന്നുന്നത്. പ്രശ്നങ്ങൾക്ക് ഒടുക്കമുണ്ടാവില്ല എന്ന് മനുഷ്യന്റെ വിചാരം. നോക്കൂ, നോമ്പെടുക്കുമ്പോൾ നമ്മൾ വിശക്കുന്നില്ലേ? ഉണ്ടല്ലോ, നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, പക്ഷെ നമ്മൾ ഭയപ്പെടുന്നില്ലല്ലോ. ഈ നോമ്പ് കാലത്ത് വിശന്നിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ വിശപ്പ് എൻ്റെ ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന വിശപ്പാണ്, ദാഹമാണെന്ന് വിചാരിക്കുന്നല്ലോ. എന്താ കാരണം? ഒരു മഗ്രിബ് വരാനുണ്ട് എന്ന് നമുക്കറിയാം. ഈ മഗ്രിബിൽ നമ്മളുടെ ദാഹത്തിന് അറുതി ഉണ്ടെന്നറിയാം. ഈ മഗ്രിബ് വരുമ്പോ നമ്മുടെ വിശപ്പിന് മാറ്റം വരുമോന്നറിയാം. നമുക്ക് വേപതുകൾക്ക് അറുതിയുണ്ടെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ സമയപരിധി വെച്ച് അള്ളാഹ് നടത്തുന്ന ഒരു പരിശീലന കളരിയാണ് നോമ്പ് എന്നുള്ളത്. എല്ലാ പ്രയാസം ഇതൊരു ട്രെയിനിങ് ആണ്. മനുഷ്യ നോക്കൂ, ഇതിനൊക്കെ ഒരു അറ്റമുണ്ട്. ഈ പകലിന്റെ അവസാനത്ത് നിന്റെ വിശപ്പിന് പരിഹാരമുണ്ട്. ഈ പകല് കഴിയുമ്പോ നിന്റെ ദാഹത്തിന് അറുതിയുണ്ട്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും അള്ളാന്റെ സഹായം വരുമെന്നുള്ള പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സൂറ ശറഹില് അലം നശ്റഹ ലക സദ്റക വവളഅനാ അൻക വിസ്റക വവളഅനാ അൻക വിസ്റക,
നബിയെ, അങ്ങയുടെ ഭാരം ഇറക്കി വെച്ചവനല്ലേ അവൻ. നമ്മുടെയൊക്കെ ഇത് റസൂലിനോട് മാത്രമേ, റസൂലിന് മാത്രം ഉള്ളതായിരുന്നെങ്കിൽ ഖുർആനിൽ ഈ ആയത്ത് നിലനിർത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അലം നസ്റ ലക സദ്റക് ഇത് റസൂലിന് മാത്രമുള്ളതായിരുന്നെങ്കിൽ ഖുർആനിൽ ഈ ആയത്തിന്റെ ഇപ്പൊ ആവശ്യമില്ല. നബി പോയ കൂട്ടത്തിൽ അത് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ തോന്നുന്നില്ലേ നബിനെ കുറിച്ച് ചരിത്രം പഠിക്കാനാ? അല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹ് റസൂലിന്റെ ഭാരം ഇറക്കി വെച്ചതുപോലെ നമ്മുടെയും ഭാരം ഇറക്കി വെക്കാൻ അള്ളാഹ്ക്ക് കഴിയും. ഏത് ഭാരം? അല്ലദീ അൻഖദ ലഹ്റക്, അങ്ങയുടെ മുതുകൊടിച്ചിരുന്ന ഭാരം. റസൂലിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് പോയാൽ പ്രശ്നങ്ങൾ എന്തുമാത്രമാ മനുഷ്യന്. ജീവിതത്തിൽ ജനിക്കും മുമ്പേ പിതാവ് പോയി, 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു, പിന്നെ റസൂലിനെ ഏറ്റെടുത്ത വല്ലിപ്പ, അദ്ദേഹത്തിന്റെ എളാപ്പ, ഒന്നൊന്നായി ആളുകൾ ഇങ്ങനെ മരിക്കുന്നത് റസൂൽ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. എന്തൊരു ദുരന്തമായിരിക്കും ആലോചിച്ച് നോക്കി. കല്യാണം കഴിയുന്നു, ആദ്യത്തെ കുട്ടി മരിച്ചു. ആദ്യത്തെ കുട്ടി കല്യാണം കഴിഞ്ഞ് മരിക്കുന്നു, രണ്ടാമത്തെ ആൾ മരിക്കുന്നു. അവസാനം ആൺമക്കളൊക്കെ മരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും റസൂലിനെ കുറിച്ച് അറബികൾ എന്താ പറഞ്ഞെന്നറിയോ? അബ്തർ, മുഹമ്മദിന്റെ കഥ ഇതോടെ കഴിയും എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തെ, സംവിധാനത്തെ മുമ്പോട്ട് നടത്താൻ ഒരു ആന്തരിയില്ലാത്തവൻ മുഹമ്മദ്. ഇത് റസൂൽ കേട്ടില്ലേ? അള്ളാഹിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒഴിച്ച് റസൂലിന്റെ 7 മക്കളിൽ എല്ലാവരും റസൂലിന്റെ ജീവിതകാലത്ത് കബറടക്കി. ആ മക്കൾക്ക് ജനിച്ച അവരൊക്കെ പലരും വിവാഹിതരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളുടെ കുഞ്ഞ് നബിന്റെ കയ്യിൽ കിടന്നിട്ടാണ് മരിച്ചത്. റസൂലിന്റെ കയ്യിലിരുന്നിട്ടാണ് മരിച്ചത്. അപ്പൊ മക്കളുടെ മരണം, പേരമക്കളുടെ മരണം, ഇതൊക്കെ കണ്ട റസൂൽ, സാമ്പത്തികമായി പ്രയാസപ്പെട്ട റസൂൽ, ബഹിഷ്കരണമേറ്റ റസൂൽ, നബീന്റെ മുതുപൊട്ടിച്ച ആ പ്രയാസം, അതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇത്രത്തോളമൊക്കെ പ്രയാസം നമുക്കുണ്ടോ? നമ്മളിങ്ങനെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടില്, പ്രയാസത്തില്, ഇടങ്ങേറില്, ഇതൊന്നും എന്റെ തീരൂല, എന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് വിചാരിക്കുന്ന ഈ നമ്മുടെ മുതുപൊടിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹ് പറയാണ് ഒന്നല്ല 2 വട്ടം ഉസ്റിനോടൊപ്പം, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ശേഷം എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലോ, പ്രയാസം കഴിഞ്ഞാൽ ഈ കയറ്റത്തിനൊടുവിൽ ഒരു ഇറക്കം ഉണ്ടാവും. അങ്ങനെ മലയാള ഭാഷയിൽ പറയാ, കയറ്റത്തിനൊടുവിൽ ഒരു ഇറക്കം ഉണ്ടാവും. രാവിന് ശേഷം ഒരു പകൽ വരാനുണ്ട്. അള്ളാഹ് പറഞ്ഞത് ശേഷം എന്നല്ലല്ലോ, പ്രയാസത്തിന് ശേഷം എളുപ്പമൊന്നല്ല, കൂടെ, വിച്ച്, അതിൻ്റെ ഒപ്പം. ഈ എന്ന് പറഞ്ഞാല് ആശ്വാസം ഈ പ്രയാസത്തിന്റെ ഉള്ളിലുണ്ടെന്നാണ്, തൊട്ടിടനെയല്ല, അതിനകത്തുണ്ട്. നിങ്ങളത് കണ്ണു തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഈ നോമ്പിനെ കുറിച്ച് റസൂൽ പറഞ്ഞൊരു ഹദീസുണ്ട്, അസ്സിയാമു ജുന്ന. സഹീൽ ബുഖാരി, മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോമ്പ് എന്താണ്? നോമ്പ് ജുന്നയാണ്, നോമ്പ് കവചമാണ്, നോമ്പ് പരിചയാണ്. എന്തിൽ നിന്നാണ്? എല്ലാത്തിൽ നിന്നും. പാപത്തിൽ നിന്ന്, കോപത്തിൽ നിന്ന്, സംഘർഷഭരിതമായ മനോവിചാരങ്ങളിൽ നിന്ന്. അപ്പൊ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ ഈ നോമ്പ് നേർച്ചയാക്കി നമ്മൾ കാണാറില്ലേ? എന്തെങ്കിലും സാമൂഹികമായ പ്രശ്നങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും എന്തിനാ നമ്മൾ നോമ്പ് നേർച്ചയാക്കുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നേർച്ചയ്ക്ക് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല കേട്ടോ. നേർച്ചയെക്കുറിച്ച് റസൂൽ പറഞ്ഞത് പിശുക്കന്റെ കുറച്ച് പണം ഇല്ലാതാക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, നേർച്ച നിങ്ങൾ നേർന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നൊന്നുമില്ല. പക്ഷെ നേർച്ച ആക്കാറുണ്ടല്ലോ. നേർച്ചന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? നോമ്പ് നേർച്ചയാക്കുന്നത് നമ്മുടെ ഉപവാസത്തിൽ സങ്കടം തോന്നി അള്ളാഹു അത് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ഒരു നിരാഹാര സമരം പടച്ച നോമ്പി നടത്തിയപ്പോഴത്തേക്ക്, സെക്രട്ടേറിയറ്റ് നോമ്പി നിരാഹാര സമരം നടത്തുമ്പോഴത്തേക്കും ഭരണാധികാരികളുടെ ഇങ്ങനെ സങ്കടം വന്നിട്ട് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹിന്റെ നോമ്പി നിരാഹാരം കിടന്ന് നിങ്ങളുടെ ആവശ്യം സാധിക്കാൻ കഴിയുമോ? അങ്ങനത്തെ ഒരു ആളല്ലല്ലോ അള്ളാഹു. പിന്നെന്തിനാണ് അപ്പൊ നോമ്പ് നേർച്ചയാക്കുന്നത്? നോമ്പ് നേർച്ചയാക്കുന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നോമ്പാകുന്ന ആയുധത്തിന്റെ ബലത്തിൽ എനിക്ക് ഈ പ്രശ്നം നേരിടാൻ കഴിയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. നമ്മൾ ആർത്ഥത്തിലാണെങ്കിൽ നേർച്ചയാക്കിക്കോ, പ്രശ്നമില്ല. അല്ലാതെ അള്ളാഹിന്റെ മുമ്പ് ഉപവാസം ഇരുന്നിട്ട് എൻ്റെ ആവശ്യം സാധിച്ചേ പോകും എന്നുള്ള നിലക്കാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കണ്ണീര് അങ്ങനെ പെട്ടെന്ന് കാണുന്ന ആളൊന്നുമല്ല അള്ളാഹു. കാണും, അള്ളാഹ് കണ്ണീര് കാണില്ല എന്നല്ല, അള്ളാഹു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരുന്നവനാണ് അല്ലേ? അപ്പൊ ഒരു ആത്മബലം കിട്ടുകയാണ്. ആത്മസംഘർഷങ്ങൾ മനുഷ്യനെ അലട്ടുമ്പോൾ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, പുതിയ പുതിയ പദപ്രയോഗങ്ങൾ, വാക്കുകളൊക്കെ അല്ലേ പുതിയ ലോകത്തിന്റെ പ്രശ്നം.
ഫ്യൂച്ചർ എന്താകും? യുവത്വത്തിൻ്റെ ചോദ്യമാകും, പാസ്റ്റിലെ അബദ്ധം എനിക്ക് പണി തരുമോ? ഇതൊക്കെയാണ് നമ്മുടെ യുവാക്കൾ ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ. കോൺസ്റ്റന്റ് ടെൻഷൻ. ഇതെല്ലാം വിട്ടേക്കൂ, എല്ലാം വിട്ടേക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമു സൗമി അഹദികും, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി വന്നാൽ, നിങ്ങളുടെ ഒരാളുടെ നോമ്പ് ദിനത്തിൽ നോമ്പ് വെച്ചാൽ ഫലാ യർഫസ്, അവൻ നോമ്പ് പാഴാക്കുന്ന പണിയൊന്നും ചെയ്യണ്ട. വലാ യസ്ഖബ്, അവൻ കോപിക്കരുത്. നോമ്പുകാരനാണെങ്കിൽ കോപം നിയന്ത്രിക്കണം. വേറൊരു ഹദീസിൽ കാണാം വലാ യജ്ഹൽ, ജഹാലത്ത് വിളമ്പാൻ നിൽക്കല്ലേ. ജഹൽ എന്ന് പറഞ്ഞാൽ അത് പറച്ചിലും ആകാം, അത് ചിന്തയാകാം. ശരിയല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ആലോചിക്കുകയോ ചെയ്യല്ലേ. അപ്പൊ ഇതിനോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ ഫൽയഖുൽ ഇന്നി സായിം, നീ എന്താ പറയേണ്ടത്? എനിക്ക് നോമ്പാണ്, എൻ്റെ പ്രശ്നമേ എനിക്ക് നോമ്പാണ്, എൻ്റെ ടെൻഷനേ എനിക്ക് നോമ്പാണ്, എൻ്റെ ഭാവി എന്താകുമെന്നുള്ള എൻ്റെ ആദിയേ എനിക്ക് നോമ്പാണ്. പ്രതികരണ നിയന്ത്രണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നതാണ്, കോപം നിയന്ത്രിക്കണം, വാക്കുകൾ നിയന്ത്രിക്കണം, ഇമോഷണൽ റെഗുലേഷൻ ട്രെയിനിങ്. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആത്മീയമായി ഈ നോമ്പിന്റെ ഒരു തലകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. അതിങ്ങനെ യാന്ത്രികമായിട്ട് ആൾക്കാർ ഇങ്ങനെ വെച്ച് പോവാണല്ലോ. അതല്ലാതെ ഈ നോമ്പിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സംഗതി നോമ്പ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളണമെങ്കിൽ. അപ്പൊ യഥാർത്ഥത്തിലൊരു ആത്മനിയന്ത്രണ പ്രഖ്യാപനമാണ്. എൻ്റെ ചിന്തകളെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതാ നോമ്പ് പറയുന്നത്. അതാ റസൂൽ പറഞ്ഞത്. നീ കോപിക്കാതെ ഇന്നി സായും, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റും. എൻ്റെ ഈ എടുത്തു ചാടുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, എല്ലാത്തിലും ടെൻഷൻ അടിക്കുന്ന എൻ്റെ ഈ തകർന്ന മനോനിലയുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ പറ്റും. ഞാനൊരു നോമ്പുകാരനാണ്, ശക്തിയുള്ളവനാണ്. ഞാനിങ്ങനെ വളച്ചൂട്ടി പറയുന്ന മാത്രമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ആധുനിക പഠനങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ 2019 പ്രസിദ്ധീകരിച്ച ഒരു റിവ്യൂ ഉണ്ട്, മാർക്ക് മാറ്റസന്റെ ഒരു റിവ്യൂ. അതേപോലെ ഇന്റർമിറ്റന്റ് മെറ്റബോളിക് സ്വിച്ചിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ റിവ്യൂ. അതിൽ അദ്ദേഹം പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്രെയിൻ ഹെൽത്തിന് ഗുണകരമാണെന്നാണ്. ഈ ശാസ്ത്രത്തിന്റെ തെളിവില്ലാതെ വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ നോമ്പുണ്ടല്ലോ, അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് സഹായകമാണെന്ന്. എങ്ങനെയാണ്? നോമ്പ് വയ്ക്കുമ്പോഴത്തേക്കും രക്തത്തിലെ ബ്ലഡൊക്കെ ഷുഗറൊക്കെ എന്താവും, അതൊരു സ്റ്റേബിൾ ആവും. അത് സ്റ്റേബിൾ ആക്കുന്നവർക്കാട്ടെ നോമ്പ് തുറക്കുന്നതോടി കൂട്ട് പണ്ട് ഈ ഒരു മൊയിലാര് പ്രസംഗിച്ച പോലെ റെയിൽവേ ട്രാക്ക് തുറന്നതുപോലെ അല്ലേ, സൈക്കിള് പോവും, കാറ് പോവും, ജീപ്പ് പോവും, ബസ് പോവും, ഒക്കെ കൂടി ഇങ്ങനെ പോകുന്ന രീതി ഉണ്ടല്ലോ. നമ്മൾ നോമ്പ് അങ്ങനെയാണല്ലോ. നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട് ഇങ്ങനെ നോമ്പ് തുറക്കലാണ്. പിന്നെ ബാക്കി വെള്ളം, നാരങ്ങ വെള്ളം, ചായ, തിരക്കഞ്ഞി, പത്തിരി, ഇറച്ചി, ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ അടിച്ചു വിടുക. അങ്ങനെയുള്ള ആളുകൾക്കല്ല ഈ ഷുഗർ നിലഭദ്രമാകുന്നത്. അവിടെ ഒരു നിയന്ത്രണം. പകൽ സമയത്ത് നോമ്പ് എന്ന് കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ തിന്നാൻ അനുവാദം കിട്ടുമ്പോഴത്തേക്കും സകലം ഇങ്ങനെ തിന്നാന്നുള്ളതല്ല. അപ്പൊ ആ ഒരു നിലയ്ക്ക് നമ്മളുടെ ഭക്ഷണം പിന്നീട് നമുക്ക് ഒന്ന് നിയന്ത്രിക്കാൻ. ഈ അരവയറ് റസൂല് പറഞ്ഞത് നോമ്പല്ലാത്ത കാലത്തേക്ക് മാത്രമല്ലല്ലോ. നമ്മൾ ഭക്ഷണത്തെ കുറിച്ചിട്ട് വിശ്വാസിയുടെ ഭക്ഷണം എങ്ങനെയാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നമ്മളതിനെ നോമ്പ് അല്ലാത്ത കാലത്തേക്ക് വേണ്ടി ചർച്ച ചെയ്യല്ലേ. നോമ്പാകുമ്പോഴത്തേക്കും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വയറ് നിറയെ തിന്നുക. നോമ്പ് കഴിച്ചിട്ട് ഇശാത്തിന് തറാവീഹ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയത്താഴത്തിനും മൂക്കറ്റം തിന്നിട്ട് അതല്ല. അങ്ങനെയുള്ളവർക്ക് ഈ രോഗം നിയന്ത്രിക്കപ്പെടില്ല. നിങ്ങൾ ഡോക്ടർമാരോട് അന്വേഷിച്ചോളൂ. ഈ മലബാർ പ്രദേശങ്ങളിലുള്ള അവിടെ തന്നെ ഒരു പരിചയക്കാരനായ ഒരു ഡോക്ടറൊക്കെ പറഞ്ഞതാണ്, മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടുന്ന നോമ്പ് കഴിയുമ്പോഴത്തേക്കുമാണ്. കാരണം എന്താണ്? ഈ നോമ്പായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പിന്നെ തിന്നാനുള്ള മാസം പോലെ കണക്ക് കൂട്ടുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫാസ്റ്റിങ് നോമ്പിന്റെ നിലയ്ക്ക് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. ഷുഗർ കുറയുന്നതോടെ മാനസിക സ്ഥിരത കൈവരിക്കും മനുഷ്യൻ. ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീണ്ടു നിൽക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടല്ലോ, മാനസിക സമ്മർദ്ദമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നോമ്പ് കൊണ്ട് കുറയും. നമ്മളുടെ മൃതശല്ലുകളുടെ ശുചീകരണം, ഓട്ടോഫാജി,
നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും പഴയ കുറേ വേസ്റ്റുകൾ ഇങ്ങനെ ബാക്കിയാകുന്നുണ്ട്. സെല്ലുകൾ ജനിക്കുന്നു, സെല്ലുകൾ മരിക്കും. ഇതൊക്കെ കൂട്ടിയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെയല്ല വളരുക. നമ്മളിങ്ങനെ ഈ നിലനിൽക്കുന്ന കാരണം ചെറുതായിട്ട് നമ്മളിങ്ങനെ വളർന്നു വന്ന സെല്ലുകൾ ഇങ്ങനെ പുതുതായി ഉണ്ടായിക്കൊണ്ട ഈ ചത്ത കോശങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇടയ്ക്ക് നോമ്പ് വേണമെന്നാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളുടേതായ ഒരു ജീവിതത്തെ, ആരോഗ്യത്തെ സംവിധാനിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആയത്ത് അള്ളാഹ്ക്കറിയില്ലേ അവന്റെ സൃഷ്ടിയെ കുറിച്ചിട്ട്. അപ്പൊ ഈ സൃഷ്ടിയെ നേരാവണ്ണം കൊണ്ട് നടത്താൻ പടച്ചോൻ വച്ചിരിക്കുന്ന സംവിധാനമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത്. അപ്പൊ ഈ നോമ്പിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ടിപ്പും കൂടെ പറയാണ്. ഇപ്പൊ നോമ്പ് ഇത്രയും പ്രധാനപ്പെട്ടാണെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ കൂടെ പടച്ച തമ്പുരാന് വേണ്ടിയുള്ള ദിക്റും കൂടെ മുടങ്ങാതെ കൂട്ടണം. ഹൃദയത്തിന്റെ ശാന്തിക്ക് ദിക്ർ വേണമെന്ന്. നോമ്പ് കൊണ്ട് നമ്മുടെ ശരീരം ക്ലീൻ ആവും. ഈ നേരത്തെ പറഞ്ഞ വേസ്റ്റുകളൊക്കെ മാറി. അതിന്റെ കൂട്ടത്തിൽ മനസ്സ് ശരിയാവണമെങ്കിലോ ദിക്ർ കൂടെ ഉണ്ടാവണം. അത് നോമ്പ് കൊണ്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യുമ്പോൾ ദിക്ർ കൊണ്ട് നമ്മൾ റീപോസ് ചെയ്യാൻ പറ്റണം. നമുക്ക് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക ദിക്ർ കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സ് ശാന്തമാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് കാലത്ത് പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ ദിക്റാട്ടോ ഖുർആന്റെ പേര് തന്നെ അദ്ദിക്ർ എന്നാണ്. അദ്ദിക്ർ. അപ്പൊ ഏറ്റവും വലിയ ദിക്ർ എന്താന്ന് വെച്ചാൽ അത് ഖുർആനാണ്. ഇപ്പോഴും ഖുർആൻ എത്ര ദിവസമായി? നോമ്പ് തൊട്ട് 9ാമത്തെ ദിവസമായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നമ്മൾ ഖുർആൻ ഇതുവരെ ഒന്ന് പാരായണം ചെയ്തിട്ടുണ്ട്, എത്ര പഠിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ കേട്ടിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടല്ലോ. സമയം നമുക്ക് വേറെ പലതിനും സമയമുണ്ട്. അപ്പൊ ഖുർആനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാസമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതിനൊപ്പം ബാക്കി ദിക്റും ചെയ്യുക. അങ്ങനെ ഈ ഒരു നോമ്പുകാലം വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാനിലേക്ക് അടുക്കാൻ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുകാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുക, തഖ്വ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാണ്. റമളാനിൽ നമുക്ക് ഖുർആനുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വലിയ തടസ്സം നമ്മളുടെ മൊബൈൽ ഫോണാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയക്ക് ഒഴിവ് കൊടുക്കാത്തവരുണ്ട്. പുതിയ കാലത്ത് നോമ്പ് ഫലവത്താകണമെങ്കിൽ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങും അനിവാര്യമാണ്. ഞാനിങ്ങനെ വെറുതെ പറയല്ല കേട്ടോ, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. ഇത് ചികിത്സിച്ചേ മതിയാകും. എന്തുകൊണ്ട് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് വേണമെന്ന് ചോദിച്ചാൽ, മനസ്സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താതെ പറ്റില്ല. ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ജിഹാദാണ് യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. പല ജിഹാദിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, സായുധ ജിഹാദ് അല്ലേ. ഇന്ന് നമ്മളോട് ചെയ്യാനുള്ളൊരു വലിയ ജിഹാദാണ്, എൻ്റെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും, അതിനോടുള്ളൊരു പോരാട്ടം. കാരണം നോമ്പെന്നുള്ള ഒരിക്കലും വയറിൻ്റെ മാത്രം നോമ്പല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ടല്ലോ. എത്രയോ ആളുകളാണ് നോമ്പുകാരായിട്ടുള്ളത്, അവർക്ക് അവരുടെ നോമ്പിൻ്റെ പേരിൽ വിശപ്പും ദാഹവും അല്ലാതെ ഒന്നുമില്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നിയ്യത്ത് ചൊല്ലി ഭക്ഷണം കഴിക്കാതിരുന്നാൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ നോമ്പ് എന്ന് സാങ്കേതികമായിട്ട് പറയാം. നബി പറയാണ്, വിശപ്പും ദാഹവും അല്ലാതെ നോമ്പിൻ്റെ പേരിൽ ഒന്നും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. പടച്ചതമ്പുരാന് നാളെ മഹ്ശറിൽ നിൽക്കുമ്പോഴേ നോമ്പ് വെച്ചോ എന്നുള്ള ചോദിക്കുമ്പോഴേ നോമ്പ് വെച്ചിട്ട് അത് നിന്റെ നോമ്പോട്ടൊരു കാര്യമില്ല അല്ലേ. അപ്പൊ നോമ്പ് എന്നുള്ള എന്തിനല്ല, വയറിന് മാത്രമല്ല, നമ്മുടെ കണ്ണിന് നോമ്പായിരിക്കണം, നമ്മുടെ ചെവിക്ക് നോമ്പായിരിക്കണം. ഇത് രണ്ടിനും കൂടെ നോമ്പായില്ലേ മനസ്സ് ശാന്തമാവില്ല. പിന്നെ ആ നോമ്പ് കൊണ്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടേക്കുക.
അത് ഇസ്ലാമിന്റെ ഒരു 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 പ്രധാന ഒരു നിർദ്ദേശമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇസ്ലാം. ഈ വേണ്ടാത്ത കാര്യം എന്ന് പറയുമ്പോഴേ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമല്ലോ റീലുകൾ. ഇതിൽ എത്ര നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്? 98% നമുക്ക് ആവശ്യമില്ലാത്ത. പിന്നെ എന്തിനാണ് അത് കണ്ടിട്ട് സമയം കളയുന്നത്? നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ലാഭമുള്ളത്? ആ റീൽ ഉണ്ടാക്കിയവനിക്ക് അതുകൊണ്ട് റീച്ച് കിട്ടുമെന്നല്ലാതെ, അയാൾക്ക് അതുകൊണ്ട് പണം, അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നല്ലാതെ നമുക്ക് എന്താ അതുകൊണ്ട് ലാഭം? എന്തിനാണ് ഒരാൾക്ക് ഫ്രീ ആയിട്ട് പണം ഉണ്ടാക്കി കൊടുക്കുന്നത്? അങ്ങനെയെങ്കിലും ചിന്തിച്ചൂടെ? നമുക്കൊട്ട് പൈസ കിട്ടുന്നില്ല, നമ്മളിങ്ങനെ കണ്ട് ബാക്കിയുള്ളവർക്കെന്തിനാ പണം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് അത് ഒഴിവാക്കി. ആവശ്യമില്ലാത്ത ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ മനസ്സിന് സമാധാനം കിട്ടും. പണം ഉണ്ടാക്കാനുള്ള വലിയ ബഹളങ്ങളൊന്നും കാണിക്കേണ്ടതില്ല. മറ്റു നിലക്കൂടെ ചേർത്ത് പറയാണ്, ഒരു ഖുദ്സിയായ ഹദീസ് കൂടെ പറയാണ്, കുല്ലു അമലി ഇബ്നി ആദം ലഹു. മനുഷ്യപുത്രന്റെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഇല്ല സിയാം, നോമ്പൊഴിച്ചിട്ട് ഫൈന്നഹു ലി വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നോമ്പിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അള്ളാഹ്ക്കുള്ളതാണ് നോമ്പ്. നോമ്പ് കൊണ്ട് സ്ഥൂലമായ നമ്മുടെ ശരീരം ഖുർആനാകുന്ന ദിക്റിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് ശക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാണ്. പടച്ചോനെ, നീ പുറത്തു തന്നില്ലെങ്കിൽ പിന്നെ ആരും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനില്ല. വിശുദ്ധ റമളാന്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. അള്ളാഹുവേ, നിന്നോട് കൂടുതൽ അടുക്കുവാനും ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമുക്തരായി സ്വർഗം നേടുന്ന അടിയാറുകളിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരുണ്യവാനായ നാഥ, നീ സ്വർഗാവകാശികൾ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന്. നിന്നിലേക്ക് യാത്രയായ ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, ബന്ധുജനങ്ങൾ, അള്ളാഹു എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ നാഥ. അവിടെ ഖബറിടങ്ങൾ നീ വെളിച്ചമാക്കണേ അള്ളാഹുവേ, വിശാലമാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണേ നാഥ. ലോകത്തിപ്പോഴും സത്യവിശ്വാസികൾ പ്രയാസങ്ങളിലാണ്. ഗസയുടെ വിശപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞങ്ങൾ ഫീച്ചർ വായിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അവിടുത്തെ പട്ടിണി മാറ്റി കൊടുക്കണേ അള്ളാഹുവേ, സമാധാനം നൽകണേ അള്ളാഹുവേ. സത്യവിശ്വാസികൾക്ക് ശാന്തി നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കച്ചവടക്കാരെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ, തൊഴിലാളികൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.